KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. താനൂരിലെ BJP സ്ഥാനാർത്ഥികൾ സുന്നി പ്രവർത്തകരല്ല, ചേളാരി വിഭാഗത്തിന്റെ കുപ്രചരണം വീണ്ടും പൊളിയുന്നു. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ അനുസ്മരണ സമ്മേളനം നവംബർ 4, 5 തീയതികളിൽ മഞ്ചേശ്വരം മൽഹറിൽ. സിറാജ് പ്രകാശിതമായി, ഖത്തറിൽ ഇനി വാർത്തയുടെ വെണ്മ. തദ്ദേശ തിരഞ്ഞെടുപ്പ് ആദ്യഘട്ട പ്രചാരണത്തിന് പരിസമാപ്തി. പ്രവാസി വോട്ട് നിയമ ഭേദഗതി ഈ വർഷം ഇല്ല, ഇതര സംസ്ഥാന ജോലിക്കാരുടെ വോട്ട് പ്രശ്നത്തിൽ കമ്മീഷൻ നിലപാടറിയിക്കുന്നതുവരെ കാത്തിരിക്കണം. റഷ്യൻ വിമാന ദുരന്തം, 100 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു, സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്ന് പൈലറ്റ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണത്തിന് പരിസമാപ്തിയായി. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് എന്നീ 7 ജില്ലകളിലെ പരസ്യപ്രചാരണമാണ് വൈകുന്നേരം 5-ന് അവസാനിച്ചത്. നാളെ നിശബ്ദ പ്രചാരണം നടക്കും. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകുന്നേരം 5 വരെയാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ടത്തിൽ 9220 വാർഡുകളുടെ വിധിയാണ് എഴുതപ്പെടുക. 31,161 സ്ഥാനാർത്ഥികളാണ് ഈ 7 ജില്ലകളിൽ മത്സരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലെ വോട്ടെടുപ്പ് നവംബർ 5-ന് നടക്കും. 7-നാണ് വോട്ടെണ്ണൽ. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭയൊഴികെ 1119 തദ്ദേശ സ്ഥാപനങ്ങളിലെ 21,871 തദ്ദേശ വാർഡുകളാണ് സംസ്ഥാനത്തുള്ളത്. 3/4 ലക്ഷം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. തിരഞ്ഞെടുപ്പ് ആവേശം പൂർണ്ണതോതിൽ പ്രതിഫലിക്കുന്നതായിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന കലാശക്കൊട്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഇടുക്കിയിലും ഉരുണ്ടുകൂടിയ മഴമേഘങ്ങൾക്കും കലാശക്കൊട്ടിന്റെ ആവേശം ചോർത്താനായില്ല. പ്രചാരണം അവസാനിച്ച 7 ജില്ലകളിലും തിങ്കളാഴ്ചയാണ് വിധിയെഴുത്ത്. ഈജിപ്തിൽ നിന്നും 224 യാത്രക്കാരുമായി റഷ്യയിലേക്കുള്ള യാത്രക്കിടെ തകർന്ന റഷ്യൻ വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരും റഷ്യക്കാരാണെന്ന് ഈജിപ്ത് സ്ഥിരീകരിച്ചു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരവിട്ടു. റഷ്യൻ രക്ഷാപ്രവർത്തകരെ അപകട സ്ഥലത്തേക്ക് അയക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 100 പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. യാത്രക്കാരിൽ 17 പേർ കുട്ടികളും 7 പേർ ജീവനക്കാരുമാണ്. നിയമവിരുദ്ധമായി വിമാനം പറത്തിയതിന് വിമാന കമ്പനിക്കെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. വിമാനത്തിന്റെ യന്ത്ര തകരാറാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പ്രാഥമിക വിവരം. വിമാനത്തിൽ 217 യാത്രക്കാരുണ്ടായിരുന്നതായി റഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പേരും ടൂറിസ്റ്റുകളാണ്. ഈജിപ്തിലെ സിനായ് മേഖലയിൽ വെച്ചാണ് വിമാനവുമായുള്ള റഡാർ ബന്ധം നഷ്ടമായത്. വിമാനം കാണാതായി അല്പനിമിഷങ്ങൾക്കകം സിഗ്നൽ തുർക്കി എയർ കൺട്രോൾ റൂമിൽ ലഭിച്ചതായി തുർക്കി അധികൃതർ പറഞ്ഞു. ഇക്കാര്യം ഈജിപ്ഷ്യൻ വ്യോമയാന വിഭാഗം സ്ഥിരീകരിച്ചു. പിന്നീട് വിമാനം തകർന്നതായി ഈജിപ്ത് അറിയിക്കുകയായിരുന്നു. IS ഭീകരരുടെ ശക്തി കേന്ദ്രമാണ് ഈജിപ്തിലെ സിനായ് പ്രദേശം. പെട്രോൾ വിലയിൽ നേരിയ കുറവ്. ലിറ്ററിന് 50 പൈസയാണ് എണ്ണക്കമ്പനികൾ കുറച്ചത്. എന്നാൽ ഡീസൽ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ വില അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. എണ്ണക്കമ്പനികളുടെ പ്രതിനിധികൾ പങ്കെടുത്ത യോഗമാണ് വില കുറക്കാൻ തീരുമാനമെടുത്തത്. ഒക്ടോബറിൽ 3ാം തവണയാണ് ഇന്ധനവില കുറക്കുന്നത്. സെപ്റ്റംബർ 1-ന് പെട്രോൾ വില ലിറ്ററിന് 2 രൂപ കുറച്ചിരുന്നു. പ്രവാസി വോട്ട് നിയമ ഭേദഗതി ഈ വർഷം ഇല്ല, ഇതര സംസ്ഥാന ജോലിക്കാരുടെ വോട്ടു പ്രശ്നത്തിൽ കമ്മീഷൻ നിലപാടറിയിക്കുന്നതുവരെ കാത്തിരിക്കണം. വിശദമായ റിപ്പോർട്ടിലേക്ക്.
പ്രവാസികൾക്ക് വോട്ടവകാശം നൽകണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ വീണ്ടും സാവകാശം ചോദിച്ചതോടെ ഏറെ കാത്തിരുന്ന നിയമനിർമ്മാണം ഈ വർഷം നടക്കില്ലെന്ന് ഉറപ്പായി. പ്രവാസി വോട്ടിന്റെ നിയമനിർമ്മാണത്തിന് ഇതര സംസ്ഥാന ജോലിക്കാരുടെ വോട്ട് പ്രശ്നത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളുന്ന നിലപാടറിയുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ടെന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചു. ഈ റിപ്പോർട്ട് ഡിസംബർ 31 മാത്രമേ സമർപ്പിക്കാൻ കഴിയൂവെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും വെള്ളിയാഴ്ച സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചു. പ്രവാസി വോട്ടിന് നിയമയുദ്ധം നടത്തിയ പ്രവാസി വ്യവസായി ഷംഷീർ വയലിൽ തന്നെയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിഷയവും സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇതേ തുടർന്ന് ഇതര സംസ്ഥാന ജോലിക്കാരുടെ വോട്ട് പ്രശ്നം പഠിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 18-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. സമിതിയുടെ ഇടക്കാല റിപ്പോർട്ട് വെള്ളിയാഴ്ച പരിശോധിച്ച സുപ്രീം കോടതി ഈ പഠനത്തിലൂടെ സ്വാഗതാർഹമായ കാൽവെപ്പാണ് നടത്തുന്നത് എന്ന് നിരീക്ഷിച്ചു. പ്രവാസി വോട്ടിന്റെ നിയമനിർമ്മാണ നടപടി എവിടെ വരെ ആയെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആരാഞ്ഞപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വോട്ട് സംബന്ധിച്ച് കമ്മീഷന്റെ അന്തിമ അഭിപ്രായം അറിയേണ്ടതുണ്ടെന്ന് അറ്റോർണി ജനറൽ മറുപടി നൽകി. ഇതുകൂടി പരിശോധിച്ച് പ്രവാസി വോട്ടിന്റെ നിയമ ഭേദഗതി നടത്താമെന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നതെന്നും AG വ്യക്തമാക്കി. സൈനികർക്കും പ്രവാസികൾക്കും ഒരുമിച്ച് നിയമ ഭേദഗതി നടത്തുന്ന കാര്യവും കേന്ദ്രം പരിഗണിച്ചിരുന്നുവെന്നും എന്നാൽ പുതിയ വിഷയം കൂടി വന്നതോടെ അക്കാര്യത്തിൽ നിയമ ഭേദഗതി ആവശ്യമുണ്ടോ എന്ന് അറിയേണ്ടതുണ്ടെന്നും AG ചൂണ്ടിക്കാട്ടി. ഉപതെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉമേഷ് സിൻഹ അധ്യക്ഷനായ സമിതി സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിഗണനക്കെടുത്തപ്പോൾ ഇതര സംസ്ഥാന വോട്ടർമാർക്ക് അവർ ജോലി ചെയ്യുന്ന സംസ്ഥാനത്ത് വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതിൽ പ്രായോഗിക തടസ്സമുണ്ടെന്ന് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചു. ഇത്തരം വോട്ടർമാർ 30 കോടിയോളം വരും. ഇത്രയും പേർക്ക് പ്രോക്സി വോട്ട് അനുവദിച്ചാൽ ദുരുപയോഗം ചെയ്തേക്കുമെന്ന് കമ്മീഷൻ ആശങ്ക പ്രകടിപ്പിച്ചു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. മുംബൈ, ഹരിയാന, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ക്രിമിനൽ കേസുകളിൽ തൊണ്ടി മുതലായി പോലീസ് കസ്റ്റഡിയിലെടുത്ത ആഡംബര കാറുകൾ കേരളത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നു. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 1000-ലധികം കാറുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുംബൈയിലെ ഏജന്റുമാർ വഴി കേരളത്തിൽ വലിയ റാക്കറ്റ് തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി, മോങ്ങം, മഞ്ചേരി, നിലമ്പൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് കച്ചവടം നടക്കുന്നത്. അന്യസംസ്ഥാനങ്ങളിലെ രജിസ്ട്രേഷൻ മാറ്റുന്നതിന് അവിടെ നിന്നുള്ള NOC അടക്കമുള്ള രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ കേരളത്തിലെ RT ഓഫീസുകളിൽ രജിസ്ട്രേഷൻ അനുവദിക്കുകയുള്ളൂ. കള്ളവണ്ടിയാണെങ്കിലും ഒറിജിനൽ NOC മുംബൈയിലെ ഏജന്റുമാർ ഒപ്പിച്ചെടുക്കും. ഇതുമായി കേരളത്തിലെത്തിയാൽ RT ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരുടെ അടുത്ത ഏജന്റുമാർ വഴി കേരളത്തിലും രജിസ്ട്രേഷൻ നടത്തും. കേരളത്തിലെ സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ വിലയേക്കാൾ 30,000 രൂപ മുതൽ 60,000 രൂപ വരെ വില കുറച്ച് പുറത്തുനിന്ന് കാറുകൾ ലഭിക്കുമെന്നതാണ് ഈ വിലയിൽ ആളുകൾ കുടുങ്ങാൻ കാരണം. പ്രവാസികളാണ് ഇതിൽ കുടുങ്ങുന്നതിൽ അധികവും. പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞും കോൺഗ്രസുകാരുടെ OCയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിക്ക് ഇന്ന് ആഘോഷങ്ങളില്ലാത്ത ജന്മദിനം. 72ാം ജന്മദിനമാണ് ഇന്ന്. ജന്മദിനത്തിന്റെ സ്പെഷ്യൽ എന്തായെന്ന് ചോദിച്ചാൽ എന്ത് എന്നാകും തിരിച്ചുള്ള ചോദ്യം. ഭാര്യ മറിയാമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി രാവിലെ വല്ല മധുരവും കഴിച്ചെങ്കിലായി. നാട്ടുകാരുടെ സ്നേഹാന്വേഷണവും സഹപ്രവർത്തകരുടെ ആശംസ വിളിക്കുമപ്പുറം ജന്മദിനത്തിന് പ്രത്യേകതയൊന്നും ഉമ്മൻചാണ്ടി കൽപ്പിച്ചിട്ടില്ല. ഇന്ന് പുതുപ്പള്ളിയിലായതിനാൽ പ്രാർത്ഥനയ്ക്കായി ഇടവകയിലെ പള്ളിയിൽ പോയി. പിന്നെ തിരഞ്ഞെടുപ്പിന്റെ തിരക്കുകളിലേക്ക്. പ്രതിസന്ധികൾക്ക് നടുവിലാണ് എന്നും ഉമ്മൻചാണ്ടി. പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നതിൽ മിടുക്ക് കാണിക്കും അദ്ദേഹം. രാഷ്ട്രീയ നയതന്ത്രത്തിൽ നിപുണനാണ്. നൂലിയ ഭൂരിപക്ഷത്തിൽ 4.5 വർഷം മുമ്പ് കേരളം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരിൽ പലരും പ്രവചിച്ച ആയുസ് പോയാൽ 1 വർഷമെന്നായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നേതൃമാറ്റമെന്ന് പലരും ഉറപ്പിച്ചു. തള്ളിയിടാൻ തക്കം പാർത്തിരിക്കുന്നവർ ഒപ്പം തന്നെയുണ്ടായിട്ടും കരുണാകരനെ അതിജീവിച്ച ബുദ്ധിവൈഭവം എല്ലാ നീക്കങ്ങളെയും ചെറുത്തു. 1982-87 കാലത്തെ കരുണാകരൻ മന്ത്രിസഭയ്ക്ക് ശേഷം 5 വർഷം പൂർത്തിയാക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന റെക്കോർഡിലേക്ക് അടുക്കുകയാണ് ഉമ്മൻചാണ്ടി. സോളാർ കേസ്, സലീം രാജിന്റെ ഭൂമിയിടപാട്, പാമോലിൻ കേസ് തുടങ്ങി ഉമ്മൻചാണ്ടി ആരോപണ വിധേയനായ വിവാദങ്ങളിലെല്ലാം അദ്ദേഹം പിടിച്ചുനിന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവൻ കോൺഗ്രസ് തോറ്റപ്പോൾ കേരളത്തിൽ ജയിപ്പിച്ചെടുത്ത് ഹൈക്കമാൻഡിന് മുന്നിലും ശക്തി തെളിയിച്ചു. കൊണ്ടും കൊടുത്തുമുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കുറേനാൾ തിരശ്ശീലയ്ക്ക് പിന്നിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ റോൾ. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. സർഗവസന്തവുമായി സാഹിത്യോത്സവിത വാസഭൂമികയിൽ ശ്രുതിലയ താളവാ.
സർഗവസന്തവുമായി സാഹിത്യോത്സവിത പ്രവാസഭൂമികയിൽ ശ്രുതിലയ താളമാ അറബിത്തിരകൾ താണ്ടി സാഹിത്യത്തേരേന്തി അറബിത്തിരകൾ താണ്ടി സാഹിത്യത്തേരേന്തി സർഗവസന്തവുമായി സാഹിത്യോത്സവിത പ്രവാസഭൂമികയിൽ ശ്രുതിലയ താളമാ പ്രവാസയൗവന ഭൂമിക സർഗാത്മകങ്ങളാക്കിടണം പ്രയാസവൃത്തിൻ തന്ത്രിക താളാത്മകങ്ങളാക്കിടണം പ്രവാസയൗവന ഭൂമിക സർഗാത്മകങ്ങളാക്കിടണം പ്രയാസവൃത്തിൻ തന്ത്രിക താളാത്മകങ്ങളാക്കിടണം ചുവരുകളാലിൽ തളച്ച പ്രതിഭകൾ വെളിച്ചമേതിടണം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേതാക്കളിൽ പ്രമുഖനും SYS സംസ്ഥാന ട്രഷററും നിരവധി മഹല്ലുകളുടെ ഖാദിയും മഞ്ചേശ്വരം മദ്ഹർ സ്ഥാപന സമുച്ചയങ്ങളുടെ ശില്പിയുമായിരുന്ന ഖാദി സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി വഫാത്തിന്റെ 40-ാം ദിന അനുസ്മരണ സമ്മേളനവും സ്വലാത്ത് മജ്ലിസും നവംബർ 4-5 തീയതികളിൽ മഞ്ചേശ്വരം മദ്ഹറിൽ നടക്കും. ബുധനാഴ്ച വനിതാ പഠനവേദിയും വിവിധ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്ന സ്നേഹവിരുന്നും നടക്കും. വ്യാഴാഴ്ച രാവിലെ 9:30 നടക്കുന്ന സിയാറത്തിന് സയ്യിദ് അത്താഉള്ള തങ്ങൾ ഉദ്യാവരം നേതൃത്വം നൽകും. മദ്ഹർ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പതാക ഉയർത്തും. അനുസ്മരണ സംഗമത്തോടനുബന്ധിച്ച് ഖത്മുൽ ഖുർആൻ, ഖസീദത്തുൽ ബുർദ എന്നിവ നടക്കും. ഖുർആൻ ഖത്തം ദുആക്ക് ഖാളി സയ്യിദ് ഫضل കോയമത്തങ്ങൾ കൂറത്ത് നേതൃത്വം നൽകും. വൈകിട്ട് 4:30 മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖ് തങ്ങൾ കൊയിലാണ്ടിയുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന അനുസ്മരണ സമ്മേളനം സമസ്ത വൈസ് പ്രസിഡന്റ് M ആലിക്കുഞ്ഞു മുസ്ലിയാർ ശിറിയയുടെ അധ്യക്ഷതയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ ഒതുക്കുങ്ങൽ ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണവും സഅദിയ പ്രസിഡന്റ് KS ആറ്റക്കോയത്തങ്ങൾ കുമ്പോൾ അനുസ്മരണ പ്രഭാഷണവും നടത്തും. സ്വലാത്ത് മജ്ലിസിനും സമാപന പ്രാർത്ഥനയ്ക്കും സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി കടലുണ്ടി നേതൃത്വം നൽകും. കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ സപ്ലിമെന്റ് പ്രകാശനം ചെയ്യും. സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ, സയ്യിദ് സൈനുൽ ആബിദിൻ ബാഫഖി മലേഷ്യ, സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ, സയ്യിദ് ഹാമിദ് ഇമ്പിച്ചി കോയമത്തങ്ങൾ, സയ്യിദ് കുഞ്ഞിക്കോയത്തങ്ങൾ, KP ഹംസ മുസ്ലിയാർ ചിത്താരി, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം, ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, PA ഹൈദ്രോസ് മുസ്ലിയാർ, കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, PM അബ്ബാസ് മുസ്ലിയാർ മഞ്ഞനാടി തുടങ്ങി പ്രമുഖ പണ്ഡിതരും സാദാത്യങ്ങളും മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സംബന്ധിക്കും. മഞ്ചേശ്വരം കെതുമ്പാടി SSF യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പൊസോട്ട് തങ്ങൾ അനുസ്മരണം സംഘടിപ്പിച്ചു. സയ്യിദ് അബ്ദുറഹ്മാൻ ഷാഹിർ അൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി അഹമ്മദ് മദനി ഉദ്ഘാടനം ചെയ്തു. റഫീഖ് സൈദി ദേലമ്പാടി മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു. ഇബ്രാഹിം മദനി, ഉമർ സഖാഫി, ബദറുദ്ദീൻ സദഖത്തുള്ള ഹിമമി, അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. ഖത്തർ മലയാളികളുടെ വാർത്താ അന്വേഷണങ്ങൾക്ക് വെണ്മ നൽകി മലയാളത്തിന്റെ വാർത്താപ്രകാശം തെളിഞ്ഞു. വളർച്ചാ വഴിയിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് ചുവടുവെക്കുന്ന അറേബ്യയിലെ കൊച്ചു രാജ്യത്ത് അരുചേരാത്ത മാധ്യമ സാന്നിധ്യമായി സിറാജിന്റെ വാർത്താപ്പുറങ്ങൾ ഇനി മലയാളികളോട് വർത്തമാനം പറയും. ദോഹയിൽ നടന്ന പ്രൌഢമായ ചടങ്ങിൽ സിറാജ് ദിനപത്രം 7ാമത് എഡിഷൻ പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യ മുൻ ചെയർമാൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു ഖത്തർ പ്രവാസികൾക്ക് സമർപ്പിച്ചു. സിറാജിന്റെ ഗൾഫിലെ 3ാമത് എഡിഷനാണിത്. പ്രകാശന സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ അംഗം സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ഖത്തർ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ RK സിംഗ്, ഖത്തർ സാംസ്കാരിക മന്ത്രാലയം പബ്ലിക് റിലേഷൻ വിഭാഗം ഡയറക്ടർ അഹമ്മദ് യൂസുഫ് ആഷിർ, ഖത്തർ ന്യൂസ് ഏജൻസി വിദേശ മാധ്യമ വിഭാഗം പ്രതിനിധി ഖലീഫ ജാസിം അൽ കുവാരി, സുപ്രീം കോൺസ്റ്റിറ്റ്യൂഷൻ കോർട്ട് പ്രതിനിധി ഖലീഫ ബിൻ അലി അൽ കഴബി തുടങ്ങി സ്വദേശികളും വിദേശികളുമായ പ്രമുഖ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ സംബന്ധിച്ചു.
ആധുനിക സമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ദിവ്യ സന്ദേശം ഉൾക്കൊണ്ട് കലയെ സംസ്കാരങ്ങളുടെ വഴിയിലൂടെ ആസ്വാദന ഹൃദയങ്ങളിലേക്കും അതുവഴി ധാർമ്മികതയുടെ സന്ദേശം ഉൾക്കൊള്ളാനും ഉണർത്തിക്കൊണ്ട് അൽ ജുബൈൽ സോൺ സാഹിത്യോത്സവ് സമാപിച്ചു. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കി RSC സിറ്റി യൂണിറ്റ് കലാപ്രതിഭാ പുരസ്കാരവും ഏറ്റവും മികച്ച യൂണിറ്റിനുള്ള കലാകിരീടവും സ്വന്തമാക്കി. സോൺ സാഹിത്യോത്സവിൽ പങ്കെടുത്ത ഷോല, KFC, ബീച്ച് യൂണിറ്റുകളിലെ പ്രതിഭകളും മത്സരാർത്ഥികളും സോൺ സാഹിത്യോത്സവിന് മികവേറി. വിജയികൾക്കുള്ള സമ്മാനം ICF ജുബൈൽ സെൻട്രൽ പ്രസിഡന്റ് ഷൌക്കത്ത് സഖാഫി വിതരണം ചെയ്തു. കലയും സാഹിത്യവും വെറും ആസ്വാദനത്തിനു വേണ്ടി മാത്രമാകരുതെന്നും സാമൂഹിക നന്മകളെ പരിപോഷിപ്പിക്കാൻ കഴിയണമെന്നും ഖത്തർ യൂണിവേഴ്സിറ്റി വൈസ് പ്രസിഡന്റ് ദർവേഷ് അലിമാദി പറഞ്ഞു. MES സ്കൂളിൽ വെച്ച് നടന്ന റിസാല സ്റ്റഡി സർക്കിൾ RSC 7ാമത് ദേശീയ സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാശ്ചാത്യ കലകൾ ആസ്വാദനത്തിനാണ് പ്രാമുഖ്യം നൽകി വരുന്നത്. അധാർമിക ചുറ്റുപാടുകൾ നിർമ്മിക്കുന്നതിൽ വികല കലകൾക്ക് മുഖ്യ പങ്കുണ്ട്. പ്രേമവും പ്രണയവും ഇതിവൃത്തമാക്കി മനുഷ്യ മനസ്സുകളെ ആനന്ദം കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്ന കവിതകളും നോവലുകളും കഥകളുമാണ് ആധുനിക കലാസാഹിത്യ മേഖലകളിൽ കണ്ടുവരുന്നത്. ഇതിന് അപവാദമാണ് ഇസ്ലാമിക കലാമൂല്യങ്ങളെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. കലകളിലെ മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിന് RSCയുടെ ഈ കലാസാഹിത്യ മത്സരങ്ങൾ സഹായകമാവട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. RSC ഖത്തർ നാഷണൽ കമ്മിറ്റി ചെയർമാൻ ജലീൽ ഇർഫാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ICF നാഷണൽ ചെയർമാൻ അബ്ദുറസാഖ് മുസ്ലിയാർ പറവണ്ണ, RSC ഗൾഫ് കൌൺസിൽ കൺവീനർ TA അലി അക്ബർ, സാഹിത്യോത്സവ സ്വാഗത സംഘം ചെയർമാൻ അഹമ്മദ് സഖാഫി പേരാമ്പ്ര, ഇൻകാസ് ജനറൽ സെക്രട്ടറി സുരേഷ് കുരിയാട്, സംസ്കൃതി പ്രസിഡന്റ് അബ്ദുൽ ജലീൽ, അബ്ദുൽ സലാം ഹാജി പാപ്പിനിശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. കുണ്ടൂർ ഉസ്താദിന്റെ 9ാം ഉറൂസുമായി ബന്ധപ്പെട്ട് BJP സ്ഥാനാർത്ഥി ജലീൽ പനയത്തിൽ സ്റ്റേജ് പങ്കിട്ടതായുള്ള വാർത്ത ദുരുദ്ദേശപരമാണെന്ന് കുണ്ടൂർ ഉസ്താദിന്റെ മകൻ ലത്തീഫ് ഹാജി പറഞ്ഞു. ഉസ്താദിന്റെ ജീവിതകാലത്ത് തന്നെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ധാരാളം ആളുകൾ ഇവിടെ വരാറുള്ളതാണ്. ആ ബന്ധം എക്കാലത്തും നിലനിന്നു വരുന്നതുമാണ്. ഇവിടുത്തെ ഓരോ ഉറൂസിനും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കാറുണ്ട്. 9ാം ഉറൂസിന്റെ ഭാഗമായി അഖിലേന്ത്യാ ന്യൂനപക്ഷ മോർച്ച അധ്യക്ഷനായ അഡ്വക്കേറ്റ് നസീർ ആലുവയെ ക്ഷണിച്ചപ്പോൾ അവരുടെ കൂടെ എത്തിയതായിരുന്നു ജലീൽ പനയത്തെന്നും അദ്ദേഹം പറഞ്ഞു. താനൂരിലെ 12ാം ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ മുസ്തഫക്കും സുന്നി പ്രസ്ഥാനവുമായി ബന്ധമില്ല. ഇദ്ദേഹത്തിന്റെ മക്കളെല്ലാം ചേളാരി വിഭാഗത്തിന്റെ മദ്രസയിൽ പഠിക്കുന്നവരാണ്. താനൂർ മുനിസിപ്പാലിറ്റിയിലെ 12, 16, 17 ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്തിലേക്ക് പൊന്മുണ്ടത്തു നിന്ന് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥികൾ സുന്നി പ്രവർത്തകരാണെന്ന് ഒരു പത്രത്തിൽ വന്ന വാർത്ത കെട്ടിച്ചമച്ചതാണെന്ന് താനൂർ സോൺ SYS കമ്മിറ്റി അറിയിച്ചു. വർഷങ്ങളായി കണ്ണന്തള്ളിയിലുള്ള ചികിത്സകനായ ബാദുഷാ തങ്ങളെ ചുറ്റിപ്പറ്റി ജീവിച്ചുവരുന്ന 4 പേരാണിവർ. ബാദുഷാ തങ്ങളും SSF SYS സംഘടനാ പ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടില്ല. ഈ സ്ഥാനാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനു പിന്നിൽ ചേളാരികൾക്ക് വലിയ പങ്കുണ്ട്. പത്രത്തിൽ പറയുന്ന തരത്തിൽ താനൂരിലെ മുസ്ലിംകളെല്ലാം BJPയിലേക്കെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയാണ് ഇവരെന്ന് SYS ഭാരവാഹികളായ PT ഫൈസൽ, അബ്ദുൽ കരീം ഹാജി, യൂനുസ് സഖാഫി അറിയിച്ചു. താനൂരിലെ 16ാം ഡിവിഷൻ BJP സ്ഥാനാർത്ഥി മുഹമ്മദ് റഫീഖ് താൻ SSFകാരനല്ല എന്ന് KMIC ന്യൂസിനോട് തുറന്നു പറഞ്ഞതോടെയാണ് ചേളാരി വിഭാഗം പുതിയ വ്യാജ പ്രചാരണവുമായി രംഗത്തെത്തിയത്. താൻ മദ്രസ 10ാം തരം മാത്രമേ പഠനം നടത്തിയിട്ടുള്ളൂവെന്നും മതഭൗതിക ബിരുദം നേടിയിട്ടില്ലെന്നും റഫീഖ് പറഞ്ഞു. മർക്കസ് എന്നല്ല ഒരു മതസ്ഥാപനവുമായും യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ മതപണ്ഡിതന്മാരെ ഇഷ്ടപ്പെടുന്നയാളാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ എല്ലാവരും അറിയുന്ന പോലെ തനിക്കും അറിയാം. സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനമില്ലാത്തതാണ്. ഇത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും റഫീഖ് പറഞ്ഞു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താനൂരിലെ BJP സ്ഥാനാർത്ഥികൾ സുന്നി പ്രവർത്തകരല്ല. ചേളാരി വിഭാഗത്തിന്റെ കുപ്രചരണം വീണ്ടും പൊളിയുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ആദ്യഘട്ട പ്രചാരണത്തിന് പരിസമാപ്തി. പ്രവാസി വോട്ട് നിയമ ഭേദഗതി ഈ വർഷം ഇല്ല. ഇതര സംസ്ഥാന ജോലിക്കാരുടെ വോട്ട് പ്രശ്നത്തിൽ കമ്മീഷൻ നിലപാടറിയിക്കുന്നതുവരെ കാത്തിരിക്കണം. റഷ്യൻ വിമാന ദുരന്തം 100 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്ന് പൈലറ്റ്. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ അനുസ്മരണ സമ്മേളനം നവംബർ 4, 5 തീയതികളിൽ മഞ്ചേശ്വരം മൽഹറിൽ. സിറാജ് പ്രകാശിതമായി. ഖത്തറിൽ ഇനി വാർത്തയുടെ വെണ്മ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.